അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഭവനത്തിൽ ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ ഇരുത്തം അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഒരുപാട് വന്നുപോയ സകലമാന പാപങ്ങളും അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. കൂട്ടത്തിലും കുടുംബത്തിലും വ്യത്യസ്ത രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ പടച്ച റബ്ബ് ഹാസിലാക്കി തരട്ടെ. ഖബർസ്ഥാനിൽ മറവ് ചെയ്യപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുപോലെ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആരുടെ മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാക്കി കൊടുക്കട്ടെ. നരകം നിഷിദ്ധമാക്കണേ റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സഫർ മാസത്തിലാണ്. നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് സഫർ മാസത്തിൽ ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ ഒരു മോശപ്പെട്ട മാസമായിട്ടായിരുന്നു അവർ പരിഗണിച്ചിരുന്നത്. നമ്മളിൽ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ പോലും ഈ മാസം മോശമായിട്ട് പല ആളുകളുടെ സംസാരത്തിൽ നിന്നിട്ടൊക്കെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാനം എന്താ എന്നൊന്ന് വിലയിരുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ജുമായിലേക്ക് കടക്കാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു, ഈ ഒരു ധാരണ വന്നിട്ടുള്ളത് ജാഹിലിയ്യ കാലഘട്ടത്തിലായിരുന്നു. സഫർ ഒന്നിനും പറ്റാത്തൊരു മാസമായിട്ട് പരിഗണിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു വിശ്വാസം ഉടലെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല, നമ്മളിൽപ്പെട്ട ആളുകൾ, ചില ആളുകളൊക്കെ ദിവസം കുറ്റിയടിക്കാൻ, സൽക്കാരത്തിന്, നിക്കാഹിന്, മറ്റുള്ള അനുബന്ധ നല്ല നല്ല ചടങ്ങിനൊന്നും ഈ മാസം കഴിഞ്ഞോട്ടെ എന്ന് വെക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കുറ്റിയടിക്കൽ, വീട് കുടിയിരിക്കലൊക്കെ ഏറ്റവും നല്ലത് റബീഉൽ അവ്വലാണ്. അതുകൊണ്ട് മാറ്റാം എന്നല്ലാതെ മാസത്തിൽ പറ്റൂല എന്ന് മനസ്സിലാക്കി മാറ്റുമ്പോൾ അതെനിക്ക് വലിയ അപകടമാണ് വരാനുള്ളത്. കാരണം ഇത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ വന്നതായ ഒരു വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ അദുവ വലാ തീറത വലാ ഹമ്മത വലാ സഫറ. നബി തങ്ങൾ പറയാണ്, ലാ അദുവ, രോഗം പരസ്പരം അത് മറ്റുള്ള ആളിലേക്ക് അത് പകരൂല എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അചഞ്ചലമായ തീരുമാനം അതിൻ്റെ പിന്നിലുണ്ടാവുമ്പോഴാണ് ഈ അസുഖം മറ്റു ആളിലേക്ക് എത്തണമെന്നുള്ള അള്ളാന്റെ ഉദ്ദേശമുണ്ടെങ്കിൽ മാത്രമേ അത് പകരുകയുള്ളൂ എന്നുള്ള വിശ്വാസം ഉണ്ടാവണം. മാത്രമല്ല വലാ ത്വീറ, അതുപോലെ ദുശകുനമില്ല എന്നാണ്. ജാഹിലിയ്യ കാലഘട്ടത്തിൽ പക്ഷികളെ വെച്ചിട്ട് ശകുനം നോക്കാറുണ്ട് അവർ. ഏതെങ്കിലും നല്ല വഴിയിലേക്ക് കയറിപ്പോ പോവാൻ അവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ തന്നെ 2 പക്ഷികളെ അവർ പിടിച്ചു വെക്കും. എന്നിട്ട് ആ 2 പക്ഷികളെ പറത്തുന്ന സമയത്ത് നല്ല കാര്യം ചെയ്യാൻ അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ ആ പക്ഷി ബലഭാഗത്തേക്ക് പോയിട്ടുണ്ട് എങ്കിൽ ആ നന്മയിലേക്ക് അവർ വന്നടയുമെന്നാണ്. എന്നാൽ ഇടത്തോട്ടാണെങ്കിൽ ആ പക്ഷി പറന്നു പോയിട്ടുണ്ട് എങ്കിൽ ആ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചതുപോലെ അവർ മാറ്റിവെക്കാറുണ്ട്. ആ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതായ ഒരു വിശ്വാസമാണ്. അതുപോലെ തന്നെയാണ് പക്ഷി ലക്ഷണം നോക്കിയിട്ട് നമ്മൾ പോലും ചില ആളുകളൊക്കെ പറയാറുണ്ട്, 2 മൈനകളെ കണ്ടാൽ സന്തോഷമാണ് വരാറുള്ളത്, 1 മൈനനെ കണ്ടാൽ ദുഃഖമാണ് വരാറുള്ളത്. ഇതൊക്കെ വന്നതോടുന്ന ജാഹിലിയ്യ കാലഘട്ടത്തിൽ വന്നതായ ഒരു വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈമാനുള്ള ആളുകൾ ഇത്തരം വിശ്വാസത്തിന്റെ പിന്നിൽ നടക്കാൻ പാടില്ല. അതുപോലെ മൂങ്ങയുടെ ശബ്ദം കേട്ടാൽ മരണവിളി വന്നിട്ടുണ്ട്, ഒരു വീട്ടിൽ നിന്നിട്ട് എന്തെയും മരിച്ചു പോകുന്നൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ലാഹു അഅലം. ഇതൊക്കെ കടന്നു വരുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത് ജാഹിലിയ്യ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നിരുന്നത് എന്നാണ്. അതുപോലെ വലാ ഹാമ്മത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പക്ഷികളുടെ ശബ്ദം മനസ്സിലാക്കിയിട്ട് ഒന്നിനും വിലയിരുത്താൻ പാടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ തന്നെയാണ് നബി തങ്ങൾ പറയുന്നത് വലാ സഫറ, സഫർ മാസം മോശമാണ് എന്നുള്ള ധാരണയും ശരിയല്ല എന്നാണ്. ഇത് പ്രത്യേകമായിട്ട് നബി തങ്ങൾ ഈ ഹദീസിൽ ഊന്നൽ പിടിക്കാനുള്ള കാരണം, ജാഹിലിയ്യ കാലഘട്ടത്തിൽ വല്ലോണം ആ വിശ്വാസം അവർ നല്ല രൂപത്തിൽ കൊണ്ടു നടന്നിരുന്നു. അതുകൊണ്ടാണ് നബി തങ്ങൾ അവരെ തിരുത്തിയത് വലാ സഫറ,
സഫർ എന്ന് പറഞ്ഞ മാസം, ആ മാസം ശകുനത്തിന്റെയും മോശപ്പെട്ട മാസമായിട്ട് നിങ്ങൾ അതിനെ വിലയിരുത്തല്ല എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മുഅ്മിനീങ്ങളെ, ഈ സഫറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല നല്ല സുഹൃതങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് അതൊരു സഫർ മാസത്തിലാണ്. മാത്രമല്ല നമ്മൾക്ക് എല്ലാവർക്കും പറയാനുള്ള ഖൈബർ യുദ്ധം, ഒരുപാട് ഗനീമത്ത് സ്വത്തുകൾ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് കിട്ടിയത്, അതുപോലെ ഖൈബർ യുദ്ധമൊക്കെ നടന്നത് അത് സഫർ മാസത്തിലാണ്. അങ്ങനെ മാറ്റിവെക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫർ മാസത്തെ നല്ല നല്ല കാര്യങ്ങളിൽ നിന്ന് മാറ്റിവെക്കുമായിരുന്നല്ലോ. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതെന്നറിയുമോ? മഹദിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുന്നാര മകൾ ഫാത്തിമ ബീവിയെ അലിയാർ തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത് അതൊരു സഫർ മാസത്തിലാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള ഒരു വിശ്വാസം നമ്മുടെ ഭാഗത്തിൽ നിന്നിട്ട് നമ്മുടെ ഈ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊന്നി പറഞ്ഞതാണ്, സഫർ മോശപ്പെട്ട മാസമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നല്ല നല്ല സുഹൃതങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഫറിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആരും മാറ്റി വെക്കേണ്ടതില്ല എന്നാണ് ഞാൻ ഈ ഭാഷണത്തിലൂടെ ഞാൻ നിങ്ങളിലേക്ക് വെക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ചമ്പ്രശ്ശേരി സ്വദേശി കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടി സഹായഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച അദ്ദേഹത്തിന്റെ പേരിലുള്ളതായ ഒരു പിരിവുണ്ടാവും. എല്ലാ ആളുകളും ഒരുങ്ങിയിട്ട് വരിക. അതേപോലെ തന്നെ വരിസംഖ്യ കുടിശ്ശികളുള്ളവർ, ബാക്കിയുള്ളവർ അത് കൈപ്പറ്റി ആ റെസീപ്റ്റ് കൈപ്പറ്റണമെന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിരുന്നു, 2 വാതിൽ പോളി കഴിഞ്ഞ ആഴ്ച നടത്തേണ്ടതായിരുന്നു. ചില സാങ്കേതിക കാരണത്താൽ അത് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് ആ 2 വാതിൽ പോളി ലേലമുണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ലഹരി മുക്തത്തിന്റെ ഭാഗമായിട്ട് തൂഫാൻ പ്രോഗ്രാമിന്റെ ഉദ്ഘാടന പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 2:30 പാണ്ടിക്കാട് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല നിർവഹിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ കഴിയുന്നവരൊക്കെ പങ്കെടുക്കുക. അതേപോലെ തന്നെയാണ് ഉമ്മർ ഹാജി പൈക്കാടൻ വലിയപ്പോയിൽ എന്നവരുടെ ഭാര്യ ക്യാൻറ്റീനിലേക്ക് 25,000 രൂപ സ്വതക്ക നൽകിയിട്ടുണ്ട്. മരിച്ചുപോയ ഭർത്താവിന്റെ പേര് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ആ ഭർത്താവിനിക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആ ഉപ്പാക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാം. അതേപോലെ തന്നെയാണ് മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് ഒരുപാട് ആളുകൾ അകമൊഴിഞ്ഞുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രത്യേക ദുആ ചെയ്യുകയാണ്. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അർഹമർ റഹീമായ മാലികുൽ മുലൂകായ രാജ സയ്യിദായ അല്ലാഹ് ഞങ്ങൾ ഇവിടെ പറഞ്ഞതിനെ നീ കബൂലാക്കണേ അല്ലാഹ്. എന്തെങ്കിലും അപാകതകൾ വന്നിട്ടുണ്ട് എങ്കിൽ അതെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിസ്ലതാവ് ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. പ്രത്യേകിച്ച് ബദരീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകൾ ചെയ്ത പാപികളാണ് റബ്ബേ. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്, അർഹമർ റഹീമായ അല്ലാഹ്. ഒരുപാട് ആളുകൾ അകമൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, മുതഅല്ലിമികളിലൊക്കെ അകമൊഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 25,000 രൂപ തന്നുകൊണ്ട് ഒരു ഉമ്മ ഭർത്താവിന്റെ പേരിൽ ദുആ
ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ആ ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യണേ അല്ലാഹ്. അർഹമർ റഹീമായ അല്ലാഹ് ഉപ്പയുടെ ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. അതേപോലെ തന്നെയാണ് മറ്റുള്ള ആളുകൾ ക്യാന്റീനിന്റെ ഭക്ഷണത്തിലേക്ക് ഒരുപാട് ആളുകൾ സ്വതക്ക നൽകുന്നുണ്ട്, ദാനധർമ്മങ്ങൾ നൽകുന്നുണ്ട്. അല്ലാഹുവേ നീ ഖബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ദോഷങ്ങളെല്ലാം പൊറുക്കണേ അല്ലാഹ്. ഈ സദഖയുടെ മഹത്വം കാരണത്താൽ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയവരിലേക്ക് ഇതിന്റെ മിസ്ല സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആറടി മണ്ണ് സ്വർഗത്തിന്റെ മണ്ണാക്കണേ അല്ലാഹ്. സ്വർഗീയ പരിമളം വീശുന്ന ഖബറാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മാലാഖന്മാർ വന്നുകൊണ്ട് സന്തോഷപ്പെടുത്തുന്ന ഖബറാക്കണേ അല്ലാഹ്. അദാബിന്റെ മാലാഖന്മാർ വന്നുകൊണ്ട് ശിക്ഷിക്കുന്ന ഖബറാക്കല്ല അല്ലാഹ്. ഖബറിന്റെ വഹദത്തിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ദീഖിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ഖബറിന്റെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്. റഹ്മത്തിന്റെ മലക്കുകൾ പറയണം നംകന ഉമ്മത്തിൽ അറൂസ്, പുതുനാരന്മാർ ഉറങ്ങുന്നത് പോലെ ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന ഖബറാക്കണേ അല്ലാഹ്. നാളെ മഹ്ശറ വൻസബിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യന്റെ താഴ്ഭാഗത്ത് നിൽക്കുമ്പോ ഈ സദഖയുടെ മഹത്വം കാരണത്താൽ, അതുപോലെ മുതഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്കാണ് നൽകിയതിന്റെ മഹത്വം കാരണത്താൽ അല്ലാഹുവേ നിന്റെ അർശിന്റെ നീളിട്ട് തരുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും നീ വിഭജിക്കുമ്പോ സ്വർഗത്തിന്റെ അകലുകാരിൽ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. കത്തിക്കാളുന്ന നരക കൊണ്ടാരത്തിനെ തൊട്ട് ഒരു നിമിഷമാണെങ്കിലും സാധുക്കളായ ഞങ്ങളെയും അവരെയും നീ കാത്ത് സലാമത്ത് നൽകണേ അല്ലാഹ്. ജന്നാത്തുൽ ഫിർദൗസിൽ ചെന്നുകൊണ്ട് ഹബീബിന്റെ ജിവാറിലായി ശറഫാക്കപ്പെട്ട തൃക്കൈ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ അല്ലാഹ്. പള്ളിയിലേക്ക്, മദ്രസയിലേക്ക്, മുതഅല്ലിമിലേക്ക് ആരെങ്കിലും അതുപോലെ ഒരുപാട് ആളുകൾ 1 രൂപയായിട്ട് അതുപോലെ ആയിരങ്ങളായിട്ട് നൽകിയവരുണ്ട് റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ജോലിയിൽ നീ, ബിസിനസ്സിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിച്ച് മരണം ഖൈറാകുമ്പോ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് സ്വർഗം കണ്ട് റസൂലുള്ളാഹിന്റെ ഭൂമുഖം കണ്ട് ഉളൂയിലായി നല്ല സ്ഥലത്ത് വെച്ചുകൊണ്ട് നല്ല ആളുകൾ ഇടയിലായി അല്ലാഹുവേ ഞങ്ങളെ നീ മൗതാക്കണേ അല്ലാഹ്. മരണം കണ്ടുകൊണ്ട് ബാക്കിയുള്ളവരെ പറയണം പുഞ്ചിരി തൂകി കിടക്കുന്ന മയ്യത്താണ്, റാഹത്തായ നിലയിൽ കിടക്കുന്ന മയ്യത്താണ് എന്ന് പറയിപ്പിക്കുന്ന രൂപത്തിലുള്ള മരണം നൽകണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.